ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. മൂന്നാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന കേരളത്തിൽ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് അടുക്കെ കോൺഗ്രസ് പാളയത്തിൽ നിന്ന് ആഭ്യന്തര കലഹങ്ങളുടെ വാർത്തകളാണ് വരുന്നത്. തിരുവനന്തപുരത്തും കോഴിക്കോടും വടകരയിലും പ്രചാരണത്തിനിറങ്ങാൻ അണികളില്ലെന്ന് പരാതിപ്പെടുന്നു സ്ഥാനാർത്ഥികൾ. തിരുവനന്തപുരത്തെ നഗരമണ്ഡലങ്ങളിൽ ചുമതലപ്പെട്ടവർ തന്നെ പിന്തിരിഞ്ഞു നിൽക്കുന്നുവെന്ന പരാതിയുമായി ശശി തരൂർ പാർട്ടി നേതൃത്വത്തെ സമീപിച്ചതായാണ് വാർത്ത. അദ്ദേഹം അത് നിഷേധിച്ചുവെങ്കിലും പ്രവചനാതീതമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ സ്വന്തം പാളയത്തിലെ പാലം വലിയാണോ കോൺഗ്രസിനെ ഉലയ്ക്കുന്ന ഒന്നാമത്തെ ഘടകം? ആദ്യഘട്ടം പിന്നിടുമ്പോൾ ആശ്വാസവും ആശങ്കയും ഏറി വരുന്നത് ആർക്ക്? ഈ വിഷയങ്ങൾ പരിശോധിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ ഇന്ന്. നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്ന CPM സുരേഷ് ബാബു, കോൺഗ്രസ് നേതാവ്, ബി രാധാകൃഷ്ണ മേനോൻ BJP, മാധ്യമപ്രവർത്തകരായ A സജീവനും റോയ് മാത്യുവും ഈ ചർച്ചയിൽ ചേരുന്നു. ചർച്ചയിലേക്ക് വരാം. ഒരു ചെറിയ ഇടവേള, വേഗം ചർച്ചയിലേക്ക്. ആദ്യം ബി രാധാകൃഷ്ണ മേനോൻ, ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. ഏതാണ്ട് എല്ലായിടത്തും മെച്ചപ്പെട്ട പോളിംഗ് ഉണ്ട് താനും. നിങ്ങൾക്ക് എങ്ങനെയാണ് പൊതുവെ ഇതിൻ്റെ ഒരു വിലയിരുത്തൽ? ഈ പുറത്തു നിന്ന് നോക്കുമ്പോൾ ഈ ചട്ടലംഘനം നടത്തിയതിൻ്റെയും തെരഞ്ഞെടുപ്പിൽ ശരിയായ അല്ലാത്ത മാർഗങ്ങൾ ഉപയോഗിച്ചതിൻ്റെ പേരിലും നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കുടുക്കിൽ പെട്ടു എന്ന വാർത്തയാണ് ഇന്ന് വരുന്നത് ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ ഒരു ആത്മവിശ്വാസക്കുറവിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ടോ രാധാകൃഷ്ണ മേനോൻ? ഇങ്ങനെ ചട്ടം ലംഘിച്ചും ശരിയല്ലാത്ത മാർഗത്തിലൂടെയും ഒക്കെ വോട്ട് തേടാനുള്ള ശ്രമവും അതിലെ പിടിക്കപ്പെടലുമൊക്കെ? ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ മുന്നേറുന്നത് കൊണ്ട് ഞങ്ങൾക്ക് സാധ്യതയില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾക്ക് പ്രതിസന്ധിയുണ്ട് എന്നൊക്കെ വരുത്തി തീർക്കേണ്ട ആഗ്രഹമുള്ള ശക്തികൾ അങ്ങനെയുള്ള പല പ്രചരണവും നടത്തുന്നുണ്ടാവും. അതിനപ്പുറത്ത് ഈ വക കാര്യങ്ങളിൽ ഒരടിസ്ഥാനവുമില്ല. പിന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെക്കുറിച്ചിട്ട് ചില പരാതികളുണ്ടായാൽ ആ പരാതികൾ പരിശോധിക്കാൻ ചുമതലപ്പെട്ടവർ പരാതികൾ പരിശോധിക്കും, അതിനെക്കുറിച്ച് അഭിപ്രായം പറയും. എന്നതിനപ്പുറത്ത് ഞങ്ങളുടെ ആത്മവിശ്വാസവും അവിടുത്തെ ഉയർന്നിട്ടുള്ള ചില നടപടികളും തമ്മിൽ എന്താ വിഷയം, അല്ലെങ്കിൽ എന്താ പ്രശ്നം, എന്താ ബന്ധം? ഒരു പ്രശ്നവുമില്ല, ഒരു ബന്ധവുമില്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന ഏതാണ്ട് 91 നിയോജക മണ്ഡലം, ആ പ്രദേശങ്ങളിൽ ഉജ്ജ്വലമായ പെർഫോമൻസ് ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം ഓരോ പ്രദേശത്തും ഉണ്ടായ പോളിംഗ് ശതമാനം തന്നെ, ഇപ്പോൾ ത്രിപുരയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴയ കാലത്തെ കോട്ടയാണ്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു സംഘടനാപരമായ മുന്നേറ്റം അത് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് ശതമാനത്തിൽ പോലും പ്രതിഫലിക്കുന്നു. അതുപോലെ വടക്ക് കിഴക്കൻ മേഖലകളിൽ ഒട്ടേറെ പ്രദേശങ്ങളിൽ ആ വോട്ടിംഗ് പെർസെൻറ്റേജൊക്കെ പുറത്തു വന്നത് പരിശോധിച്ചാൽ അറിയാം. വളരെയേറെ ആത്മവിശ്വാസത്തോടു കൂടി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വളരെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ഈ ചർച്ചയിൽ തുടക്കത്തിൽ പങ്കുവച്ച കാര്യത്തിലേക്ക് തന്നെ ആദ്യം കുറച്ചുകൂടി ആഴത്തിൽ വരാമെന്ന് തോന്നുന്നു. റോയ് മാത്യു, ഇന്നിപ്പോൾ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നായിരുന്നു ശശി തരൂർ AICCക്ക് തൻ്റെ മണ്ഡലത്തിൽ തൻ്റെ ആളുകൾ തന്നെ പങ്കെടുക്കുന്നില്ല പല പ്രചാരണ പരിപാടികൾക്കുമെന്ന്. പിന്നീട് അദ്ദേഹം അത് നിരാകരിക്കുകയും ചെയ്തു. DCC പ്രസിഡന്റും അത് നിരാകരിച്ചു. പക്ഷേ അത്തരമൊരു പരാതി തരൂരിന് ഉന്നയിക്കാൻ കഴിയും വിധമുള്ള ഒരു സാഹചര്യം കോൺഗ്രസിൻ്റെ പ്രചാരണത്തിൽ അവിടെ പ്രകടമാണോ? താങ്കൾ അവിടെ നിൽക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? അല്ല, ഇത് ശശി തരൂർ 2009 ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന സമയത്ത് തന്നെ ശശി തരൂരിനെതിരെ ശക്തമായ പ്രതിഷേധവും കോലം കത്തിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. 2014 അത് അത്തരത്തിലുണ്ടായില്ല എന്നൊഴിച്ചാൽ ഈ ശശി തരൂരിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് തന്നെ തിരുവനന്തപുരത്ത് തുടക്കം മുതൽ തന്നെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ ശശി തരൂർ അതിജീവിച്ചത് ശശി തരൂരിൻ്റെ വ്യക്തിപ്രഭാവവും ശശി തരൂരിൻ്റെ ഹൈക്കമാൻഡിലുള്ള സ്വാധീനവും ഒക്കെ ഉപയോഗിച്ചാണ് ശശി തരൂർ ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും അതിനെയൊക്കെ അതിജീവിച്ചത്. പക്ഷേ ഇത്തവണ ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് പാർട്ടിയുടെ ഈ കോൺഗ്രസിന് സംസ്ഥാന അടിസ്ഥാനത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാകും എന്നൊക്കെയുള്ള സർവേകൾ വന്നിട്ടും തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ പലതരത്തിലും പല ഘട്ടങ്ങളിലും പല സ്ഥലങ്ങളിലും ഏതാണ്ട് ഒരു സർക്കാർ കാര്യം മുറ പോലെ എന്ന് പറയുന്ന മട്ടിലുള്ള പ്രവർത്തനങ്ങളാണ്. ഇപ്പം ഞാൻ താമസിക്കുന്ന വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൻ്റെ വർക്കുകളിലൊക്കെ തന്നെ അവിടെ നിന്ന് കോൺഗ്രസ് പ്രവർത്തകരെ ആരെയും കാണാൻ പോലും ഇല്ല. ഇപ്പം എൻ്റെ ഒന്നും വീടുകളിൽ ഇതുവരെ പോലും ഒരു കോൺഗ്രസിൻ്റേതായ ഒരു ലഘുലേഖയോ അല്ലെങ്കിൽ നോട്ടീസോ ഒന്നും ഇതുവരെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടില്ല. അതേസമയം CPMൻ്റെയും BJPയുടെയും ഒക്കെ പ്രവർത്തകർ പലവട്ടം തന്നെ കയറി കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ ഇതുകൊണ്ടാണല്ലോ ശശി തരൂർ
ഇപ്പോൾ ഡയറക്ടറായിട്ട് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പിന്നെ പ്രവർത്തകരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് പരസ്യമായി ഇത് പറയാനും പറ്റത്തില്ല. ഇതൊരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ശശി തരൂരിനെ പോലെ ദേശീയ തലത്തിൽ അതിപ്രശസ്തനായ ഒരു വ്യക്തി മത്സരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ മാധ്യമ ശ്രദ്ധ ഉണ്ടാകുന്നതും ഹൈക്കമാൻഡ് ഇടപെടുന്നതും കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം ഇടപെടുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കാൻഡിഡേറ്റ് ശശി തരൂരായതുകൊണ്ടാണ്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അപ്പോൾ അതാണ് അതിപ്പോൾ BJP-ക്കാർ പടച്ചുവിടുന്ന കഥയാണെന്നോ അല്ലെങ്കിൽ CPM-കാർ പടച്ചുവിടുന്ന കഥയാണെന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു യാഥാർത്ഥ്യം നടക്കുന്നത്. കാരണം കഴിഞ്ഞ ഒരാഴ്ച യാഥാർത്ഥ്യമാണെന്ന് പറയുന്നു താങ്കൾ. CPM സുരേഷ് ബാബു, അത്തരമൊരു പരാതി കൊടുത്തു എന്ന കാര്യം നിരാകരിക്കാം. പക്ഷേ ആ പരാതി കൊടുത്തു എന്ന് പറയുന്നതിന് കാരണം നീതിയുക്തവും ന്യായയുക്തവുമാണെന്ന് ആ മണ്ഡലത്തിൽ പോയാൽ മനസ്സിലാകുമെന്നാണ്. പ്രചാരണത്തിൽ നിങ്ങൾ പിന്നിലാണ്. ശശി തരൂരിൻ്റെ കാര്യത്തിൽ വൈകി വന്ന സ്ഥാനാർത്ഥിയല്ല, നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ട ആളാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ പ്രചാരണത്തിൽ എന്തുകൊണ്ട് പിന്നിൽ നിൽക്കുന്നു? നഗരമണ്ഡലങ്ങളിൽ നേമത്തും തിരുവനന്തപുരത്തും നേതാക്കൾ തന്നെ പ്രചാരണ രംഗത്ത് കോർഡിനേഷൻ്റെ കാര്യത്തിൽ പരാജയമാണ് എന്ന അദ്ദേഹത്തിൻ്റെ ആക്ഷേപമുണ്ട്. അത് തിരുവനന്തപുരത്ത് മാത്രമല്ല, വടകരയിലും കോഴിക്കോടും അടക്കം ഇത്തരം പരാതികളുണ്ട് എന്ന് കേൾക്കുന്നു. അത് പ്രചാരണ ഘട്ടത്തിൽ നോക്കിയാൽ നിങ്ങളുടെ എതിരാളികൾക്ക് അവിടെ മുൻതൂക്കവുമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിൽ വ്യക്തികളുടെ വീഴ്ച പ്രധാനമാണോ? അല്ല, ഇതിനകത്ത് എനിക്ക് ഒരു ഡയറക്റ്റ് ഇൻഫർമേഷൻ ഇല്ല. ഞാനിത് മാധ്യമ ചർച്ചകളിലൂടെ മാത്രമാണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും. ഒപ്പം തന്നെ ഞാൻ തിരുവനന്തപുരവുമായി നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു 10 ദിവസങ്ങൾക്ക് മുമ്പാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ടെലിഫോണിൽ ചോദിച്ചപ്പോൾ വളരെ ഭംഗിയായി നടക്കുന്നു എന്നുള്ള വാർത്തയും വിവരവുമാണ് എനിക്ക് കിട്ടിയത്. ഞാൻ കണ്ണൂർ ജില്ലയിലെ സംഘടനാ ചുമതലയോടുകൂടി കണ്ണൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന അവസരത്തിലാണ് ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു എന്നുള്ള തീരുമാനം വരികയും അത് KPCC പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും കൂടി ആ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഒരു അസംബ്ലി സെഗ്മെൻറ്റിൻ്റെ ചുമതലക്കാരനായി മാറണം എന്നിങ്ങോട്ട് പറഞ്ഞ് അതനുസരിച്ച് ഏറനാട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഈ ചർച്ചയ്ക്ക് വേണ്ടി തന്നെയെങ്കിലും ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ചില വീഴ്ചകൾ ഉണ്ടാവാറുണ്ട്. ആ വീഴ്ചകൾ ശരിയാണ്, അല്ലെ വീഴ്ചകൾ സ്വാഭാവികമാണ് എന്ന് ന്യായീകരണമൊന്നും എൻ്റെ ഭാഗത്തില്ല. ഏതെങ്കിലും ആളുകളുടെ ഭാഗത്ത് ഇത്തരം വീഴ്ചകളുണ്ടെങ്കിൽ സ്ഥാനാർത്ഥികളുടെ നിർണയത്തിനുള്ള മോഹമോ അല്ലെ സ്ഥാനാർത്ഥിയാവാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള നിരാശയോ ഒന്നും തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പ്രതിഫലിക്കാൻ പാടില്ല. ഒരു യഥാർത്ഥത്തിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ഐഡിയോളജിക്കലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനോ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും അത് പാടില്ല. ഇടതുപക്ഷത്തിനും BJP-യും ഒരു സെമി കാഡർ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളായതുകൊണ്ട് അവർക്ക് കുറേയും കൂടി കൂടുതൽ ഉരുക്കുമുഷ്ടിയോടുകൂടി പ്രവർത്തകരെ ഇറക്കാൻ കഴിയും. ഞങ്ങളുടേത് ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ ഫങ്ഷൻ ചെയ്യുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ചിലപ്പോൾ അവിടെ വേണ്ട പോലെയുള്ള നിഷ്കർഷ സാധിച്ചിട്ടുണ്ടാകാൻ വേണ്ട പോലെയുള്ള തരത്തിലുള്ള പ്രവർത്തകരെ കൊണ്ടുവരാൻ കഴിയില്ല. പക്ഷെ നേതാക്കളുടെ ഉത്തരവാദിത്വം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ സുരേഷ് ബാബു. അവർക്ക് ആ കാര്യത്തിൽ നല്ല ബോധ്യമുണ്ടാവണമല്ലോ. ഇപ്പോൾ അവിടെ തമ്പാനൂർ രവിയുണ്ട്, അല്ലെങ്കിൽ VS ശിവകുമാറുണ്ട്, പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. അവർക്ക് അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നത് പ്രധാനമല്ലേ? പിന്നെ നിങ്ങൾ ഈ രാജ്യത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം എന്താണെന്നും കോൺഗ്രസിനെ ഒരു സിംഗിൾ ലാർജസ്റ്റ് ആക്കുക എന്നത് എത്രത്തോളം പ്രധാനമാണെന്ന് നിരന്തരമായി നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കെ നിങ്ങളുടെ തന്നെ നേതാക്കൾ അതിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുക. എന്നിട്ട് നിങ്ങളുടെ എല്ലായ്പ്പോഴത്തെയും മറുപടി കോൺഗ്രസ് കുറച്ചുകൂടി വിശാല സ്വഭാവമുള്ള ഒന്നാണ്, പലപ്പോഴും അതിന് കേഡർ സ്വഭാവത്തിൽ സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിച്ച ചരിത്രമില്ല. ഈ ന്യായയുക്തി സത്യത്തിൽ ആപ്ലിക്കബിളായ ഒരു ഘട്ടത്തിലാണോ നമ്മൾ ഈ രാജ്യത്തിപ്പോൾ നിൽക്കുന്നത്? ഞാൻ ഒരിക്കലും ഇതൊരു ന്യായീകരണമാണെന്നും ഈ ന്യായയുക്തി ഇപ്പോൾ അത് പ്രായോഗികമാണ് എന്നൊന്നും പറയുന്ന ഒരാളെ അല്ല ഒരിക്കലും. ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ക്ഷീണമായി തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും, കാണേണ്ടി വരും. അതിലൊന്നും ഒരു വീഴ്ചയില്ല. പക്ഷേ ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിജീവിക്കാൻ കഴിയുന്ന രാഷ്ട്രീയം, അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം കോൺഗ്രസ് പാർട്ടിക്കും ഐക്യജനാധിപത്യ മുന്നണിക്കുമുണ്ട്. ശ്രീ റോയ് മാത്യു തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിനേക്കാൾ കൂടുതൽ പ്രക്ഷുബ്ധമായിരുന്നു യഥാർത്ഥത്തിൽ 2009 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്ഥാനാർത്ഥിത്വം തന്നെ. അപ്പോൾ ആ സമയത്ത് കുറെ കൂടി ഹോസ്റ്റൈലായിരുന്നു മൂവ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ. എന്നിട്ടും അദ്ദേഹത്തിന് അത് ജയിച്ചു കയറാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെയും കൂടി വ്യക്തിത്വമാണ്. ഇന്ന് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം തൊട്ട് താഴേക്കടയിലുള്ള നേതൃത്വം വരെ അനിവാര്യമായ ഒരു രാഷ്ട്രീയ വിജയം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന സമയത്ത് ഏതെങ്കിലും പാർട്ടി പ്രവർത്തനത്തിൻ്റെ ആളുകളോ നേതാക്കന്മാരോ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ കൃത്യമായി അത് പാർട്ടി പരിശോധിക്കും.
പരിശോധിച്ച് അതിന് വേണ്ടുന്ന യുക്തിസഹമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. അല്ല, അതൊരു ഈ പറയുന്നത് കേവലമായ വീഴ്ചയായിരിക്കുമോ സുരേഷ് ബാബു? കാരണം ഇപ്പോൾ തിരുവനന്തപുരം ഒരു പ്രത്യേകമായി എടുക്കേണ്ട മണ്ഡലം തന്നെയാണ്. സാധാരണ നിലയ്ക്ക് നിങ്ങൾക്ക് അവിടെ ഈസി വോക്ക് ഓവർ ഇത്തവണ ഇല്ല എന്നാണ് പല സർവേ ഫലങ്ങളും പറയുന്നത്. വലിയ ശക്തമായ ത്രികോണ മത്സരം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും അവിടെ വിജയം ഉറപ്പാക്കാൻ അഹോരാത്രം പണിയെടുക്കേണ്ടി വരുമെന്ന് നിങ്ങളുടെ നേതാക്കൾക്കെങ്കിലും ചുരുങ്ങിയ പക്ഷം അറിയാം. അപ്പോൾ അവിടെ ആ നിലയ്ക്ക് ഒരു ലാഘവ ബുദ്ധിയോടെ കാര്യങ്ങളെ കാണുന്നത് ഒരു അബദ്ധമോ ഒരു വീഴ്ചയാണോ? അല്ല, അത് പർപ്പസ്ഫുള്ളി വളരെ ഡെലിബറേറ്റായി ചെയ്യുന്ന ഒന്നായി മാത്രമേ കാണാൻ കഴിയൂ. അവിടെ ഒരാൾ പ്രവർത്തനത്തിൽ ഇറങ്ങുന്നില്ലെങ്കിൽ, ഏത് ഒരു നേതാക്കളുടെ നിലവാരത്തിലുള്ള ഒരാൾ പണിയെടുക്കുന്നില്ല എങ്കിൽ അത് അദ്ദേഹത്തിന് പ്രത്യേകമായ താല്പര്യമുണ്ടെങ്കിൽ എന്ന് വിചാരിക്കേണ്ടി വരും. കാരണം പണിയെടുക്കാതിരിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമല്ല അത്. ഞാനിതിൻ്റെ ഈ ഒരു സെൻറ്റിമെൻസിനോട് യോജിക്കുന്ന ഒരാളാണ്. ഒരു തരത്തിലും പണിയെടുക്കാതിരിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. ഈക്വലി ഡിവൈഡഡ് ആണ് ഈ മൂന്ന് കക്ഷികളും അവിടെ. അതിനകത്തുള്ള ചെറിയ ഒരു വേരിയേഷൻസ് കൊണ്ട് മാത്രമേ അവിടെ ആരെങ്കിലും ഒരാൾക്ക് വിജയം ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ലാഘവ ബുദ്ധിയോ അല്ലെങ്കിൽ ലാച്ചസോ ഒരാളുടെ ഭാഗത്തുണ്ടായി കഴിഞ്ഞാൽ അത് ഏതായാലും മറുചേരിക്ക് സഹായകരമായ നിലപാട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നറിയേണ്ടുന്ന നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ ആരെങ്കിലും വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് പാർട്ടി പരിശോധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പാർട്ടി പരിശോധിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ റോയ് മാത്യു, താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അവിടെ പ്രവർത്തിക്കുന്ന താല്പര്യങ്ങൾ എന്താണെന്നാണ് നമുക്കിപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ആദ്യം വരുന്ന ഘട്ടത്തിൽ രാത്രിയിൽ വലിയ പന്തം കൊളുത്തി പ്രകടനവും കോലം കത്തിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. ഇറക്കുമതി സ്ഥാനാർത്ഥി ഇവിടെ വേണ്ട എന്ന വലിയ മുദ്രാവാക്യം തിരുവനന്തപുരത്തിൻ്റെ തെരുവുകൾ കേട്ടു. പക്ഷേ അദ്ദേഹം വിജയിച്ചു. വ്യക്തിപ്രഭാവം ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. 2 തവണ വിജയിച്ചു. മൂന്നാമതും അദ്ദേഹം മത്സരിക്കാൻ നിൽക്കെ അന്ന് മുദ്രാവാക്യം വിളിപ്പിച്ച കേന്ദ്രങ്ങൾക്ക് ഇപ്പോഴും ആ വിരുദ്ധ നിലപാട് ഉള്ളിൽ പേറി നടക്കുന്നുണ്ട്. ഇത്തവണ ഒരു ടൈറ്റ് ഫൈറ്റിൽ അല്പം അയഞ്ഞു കൊടുത്ത് തോറ്റുപോകുന്നെങ്കിൽ പോവട്ടെ എന്ന് വിചാരിക്കുന്നവർ വളരെ ആസൂത്രണ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നുണ്ട് ക്യാമ്പിനകത്ത് തന്നെ എന്നാണോ? എങ്കിൽ അത് ആരായിരിക്കണം? അല്ല, ഇത് ഒരു കാര്യം നമ്മൾ കാണാതെ, ഞാൻ ശ്രീ സുരേഷ് ബാബു പറഞ്ഞ ചില യാഥാർത്ഥ്യങ്ങൾ അതൊരു സത്യം തന്നെയാണ്. അതില്ല എന്നത് ഞാനും നിഷേധിക്കുന്നില്ല. ഈ പാർട്ടിക്കകത്ത് ഒരു കേഡർ സ്വഭാവത്തിലല്ല കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. അതിൻ്റേതായ ചില മാർഗങ്ങളുണ്ട്, അതൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, പറയൂ ശ്രീ റോയ് മാത്യു. തിരുവനന്തപുരത്ത് കോൺഗ്രസിനകത്ത് നടക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഒരു മാധ്യമപ്രവർത്തനം എന്നുള്ളതിൽ ഞാൻ കാണുന്നത് ഒരു പല പാർട്ടിയുടെ പല മെഷീനറികളും പല ഭാഗങ്ങളിലും വളരെ ദുർബലമോ അല്ലെങ്കിൽ മയങ്ങിക്കിടക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥയിലാണ്. കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനകത്ത് BJP തിരുവനന്തപുരം സിറ്റിക്കകത്തെ 4 നിയോജക മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്ത് വന്നതാണ്. 2-3 നിയോജക മണ്ഡലങ്ങളിൽ മാത്രമാണ് കോൺഗ്രസിന് മുന്നേറാൻ കഴിഞ്ഞത്. അതുകൊണ്ട് വളരെ നേരിയ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണ ജയിച്ചത്. ഇന്ന് അതിനേക്കാൾ BJP അവരുടെ എല്ലാ റിസോഴ്സസും ഉപയോഗിച്ചുകൊണ്ട് മത്സരിക്കുന്ന ഒരു മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. അത്തരത്തിലൊരു മത്സരം നടക്കുമ്പോൾ അന്തർദേശീയ പ്രാധാന്യം കിട്ടിയ ഈ മണ്ഡലത്തിൽ കോൺഗ്രസിനകത്തു നിന്ന് ആ മത്സരത്തെ അതിജീവിക്കുന്നതിനോ ആ മത്സരത്തിനെ കിടപിടിക്കുന്നതിനോ തരത്തിലുള്ള ഒരു വർക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ ഈ ആക്ഷേപം കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ നിന്നും സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ഇത് ഉയർന്നു വന്നിരിക്കുന്നത്. KPCC ഇടപെട്ടെന്നോ KPCC ചില ഭാരവാഹികൾ പാർട്ടിയുടെ ഈ ജില്ലയിലെ ചില നേതാക്കളെ ശാസിച്ചെന്നോ ഒക്കെ ഉള്ള തരത്തിൽ വാർത്ത വന്നു. ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവരേണ്ട കാര്യം മാധ്യമങ്ങളുടെ അല്ലല്ലോ. ഒന്നുകിൽ ഇതിനകത്തുള്ള സ്ഥാപിത താല്പര്യക്കാരുടെ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് നിൽക്കുന്ന ഗ്രൂപ്പിസത്തിൻ്റെ ഒക്കെ ഭാഗമായി പുറത്തു വന്നതായിരിക്കാം. പക്ഷേ എന്തായാലും ഇതൊരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുകയാണ്. കാരണം കേരളത്തിൽ AICCയുടെ പ്രസിഡന്റ് കൂടി മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ഈ ആക്ഷേപം ഇവിടെ ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് ഒരു സ്വതന്ത്ര നിരീക്ഷകൻ എന്നുള്ളതിൽ നമുക്ക് ആർക്കും കണ്ടാൽ മനസ്സിലാകും. കാരണം ഇവിടെ മത്സരം വളരെ കടുത്ത മത്സരമാണ് നടക്കുന്നത്. കേരളത്തിൽ മറ്റേത് സ്ഥലങ്ങളിൽ നടക്കുന്നതിനെക്കാട്ടിലും വലിയ തോതിലുള്ള മത്സരമാണ് നടക്കുന്നത്. BJP അതിൻ്റെ ആവനാഴിയിലെ എല്ലാ റിസോഴ്സസും ഉപയോഗിക്കുന്നു. LDF അതിൻ്റെ എല്ലാ റിസോഴ്സസും ഉപയോഗിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള റിസോഴ്സസ് മൊബിലൈസേഷൻ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ആക്ഷേപം. ഇപ്പം ഞാൻ തന്നെ പറഞ്ഞ്, ഇപ്പം K മുരളീധരൻ്റെ മണ്ഡലമായ വട്ടിയൂർക്കാവിൽ താമസിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ അഭാവം, അദ്ദേഹം ഇവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട്
പാർട്ടി പ്രവർത്തനങ്ങൾ അത് പ്രതിഫലിക്കുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്ക് ഈ കാര്യം, ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊരു യാഥാർത്ഥ്യമാണ്. റോയ് മാത്യു, അപ്പോൾ താങ്കൾ പറയുന്നത് അതൊരു പരിമിതിയുടെ പ്രശ്നം മാത്രമാണ്. അതിനകത്ത് ആസൂത്രിതമായ എന്തെങ്കിലും ഒരു പ്രവർത്തനം സ്വന്തം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ നടക്കുന്നില്ല. മറിച്ചൊരു തരം ഉദാസീനത, ഒരു ലാഘവ ബുദ്ധി, അല്ലെങ്കിൽ റിസോഴ്സസിന്റെ പരിമിതി, അങ്ങനെ കണ്ടാൽ മതിയോ അതിനെ? അതല്ല. ഇപ്പം ഈ നേതൃത്വത്തിൽ നിൽക്കുന്ന പലരുടെയും ഉദാസീനത, ഈ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന പലരുടെയും ഉദാസീനത, ഇപ്പം പഴയ പോലെ ഒരാളെ നേരിട്ട് പോയി തോൽപ്പിക്കാനോ അട്ടിമറിക്കാനോ ആ സാഹചര്യം ഇന്ന് കേരളത്തിൽ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് അത്ര എളുപ്പമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ടത്തേക്കാട്ടിലും ഈ ഡിജിറ്റൽ വിപ്ലവം വന്നതോടുകൂടി മൊബൈൽ ഫോണുണ്ട്. ഞാനിപ്പം തന്നെ വേറൊരാളെ വിളിച്ച് പറയുകയാണ് നമുക്ക് ഇന്ന ആൾക്ക് എതിരായിട്ട് പാർട്ടി വോട്ട് മറിക്കണമെന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമല്ല. കാരണം പലതരത്തിൽ ഇത് ലീക്ക് ചെയ്യപ്പെട്ടേക്കാം. അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു അട്ടിമറിക്കലല്ല, പ്രവർത്തനങ്ങൾ ആ സച്ച് മന്ദീഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് വന്ന പരാതി. ഇതിപ്പം ഉന്നയിക്കുന്ന ഒരു ആരോപണമല്ല. ഇനാക്ടിവിറ്റി ഒരു പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് എന്നത് കൂടി കാണണം. ഞാൻ പറയാം, ബി രാധാകൃഷ്ണ മേനോൻ, അവിടെ വലിയ ഫൈറ്റ് നടക്കുകയും നിങ്ങൾക്ക് പ്രതീക്ഷയുള്ളതുമായ ഒരു മണ്ഡലം കൂടിയാണ് എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുന്നു. അവിടെയാണ് ഇപ്പോൾ ഒരു പരാതി ഉയർന്നിരിക്കുന്നത്. ചില കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകരും അതിന് ചുമതലപ്പെട്ട നേതാക്കളുമൊന്നും വേണ്ടതുപോലെ പണിയെടുക്കുന്നില്ല എന്ന് അവർക്ക് ബോധ്യമില്ലാത്തത് കൊണ്ടായിരിക്കില്ലോ അത്. എങ്ങനെയാണ് നിങ്ങൾ അതിനെ സമീപിക്കുന്നത്? ആ ഒരു കോൺഗ്രസിനകത്ത് കിടക്കുന്ന ആ സാഹചര്യത്തെ വേണമെങ്കിൽ ഒരു ധാരണയൊക്കെ ആക്ഷേപിക്കാൻ കഴിയുന്ന കാര്യമാണത്. ഇപ്പോൾ നേരത്തെ ഇവിടെ ചർച്ചയിൽ തന്നെ പറഞ്ഞല്ലോ, ശശി തരൂർ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ തന്നെ പ്രാദേശികമായുള്ള കോൺഗ്രസ് ലീഡർഷിപ്പിന് വലിയ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ഒരു വ്യക്തിപരമായിട്ടുള്ള ചില ബന്ധങ്ങളുടെയോ അല്ലെങ്കിൽ വ്യക്തിപരമായ സ്വാധീനത്തിൻ്റെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന സംവിധാനങ്ങളുടെ ഉപയോഗത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടോ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു പിൻബലവുമായിട്ട് അദ്ദേഹം കടന്നു വരികയും അത് വളരെ ഫലപ്രദമായി അദ്ദേഹത്തിൻ്റെ സ്വാധീനം അദ്ദേഹം അവരുടെ മേൽ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടാണ് കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ അദ്ദേഹം വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ സ്വാധീനങ്ങളുടെയും മറ്റ് ചില പിൻബലത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് നിൽക്കാൻ തയ്യാറായ അദ്ദേഹത്തോട് ഇപ്പോൾ പല പ്രാവശ്യം അദ്ദേഹം വിജയിച്ചു. ഇപ്പോൾ കുറേ നാളുകളായപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ്, പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിൽ ഇമേജ് തകരുന്ന തരത്തിലുള്ള പല പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ അവിടെ ഒരു നെഗറ്റീവ് ഇമേജ് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇന്നലെ വരെ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളുകൾ, സമൂഹം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിജയം ആഗ്രഹിച്ചിരുന്ന ആളുകൾ, അവരിലൊക്കെ അത് ബാധിച്ചിട്ടുണ്ട്. കാരണം അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് സ്വയം രൂപപ്പെട്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ സാഹചര്യമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ നിന്നും പൊതുസമൂഹത്തെ വേറിട്ട് നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഞാൻ പറയാം, പി എം സുരേഷ് ബാബു, നോക്കൂ, ഇതിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ വിശദീകരണം നൽകിയാലും ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്നത് കാര്യം എക്സ്പോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഈ കോൺഗ്രസ് വിജയിച്ചു പോയാൽ മതേതര ചേരിക്കൊപ്പം തന്നെ നിലകൊള്ളുമോ കോൺഗ്രസിൻ്റെ അംഗങ്ങൾ, കോൺഗ്രസിനകത്ത് തന്നെ നിൽക്കുമോ എന്ന വലിയ പ്രചാരവേല നടത്തുന്നുണ്ട് LDF എന്ന് നമുക്കറിയാം. കേരളം പോലൊരു സ്ഥലത്ത് വിറ്റഴിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്രചാരണായുധം കൂടിയാണത്. അങ്ങനെ ഇരിക്കെയാണ് ഈ തരത്തിലുള്ള വാർത്ത, തിരുവനന്തപുരം പോലെ ഒരു മണ്ഡലത്തിൽ BJPക്ക് ജയസാധ്യതയുണ്ട് എന്ന് ഒരു വിഭാഗം പറയപ്പെടുന്ന ഒരു സ്ഥലത്ത് കോൺഗ്രസിൻ്റെ ഇനാക്ടിവിറ്റി ചർച്ചയാക്കപ്പെടുന്നത്, അതിനകത്ത് ഒരു ധാരണ പ്രവർത്തിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ കടന്നു വരുന്നത്. അത് തിരുവനന്തപുരത്ത് മാത്രമായിരിക്കില്ലോ ബാധിക്കുക. കാരണം മോഡി ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായി വരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുഗുണമാം വിധം ചില കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തിക്കുന്നു എന്ന വാർത്ത നിങ്ങളെ എവിടെയെല്ലാം ബാധിക്കും എന്ന തരത്തിലുള്ള ഒരു സീരിയസ് ആയ ആശങ്ക നിങ്ങൾക്കില്ലേ ഈ കാര്യത്തിൽ? അല്ല, ഞങ്ങൾക്ക് ഇതിനകത്ത് സീരിയസ് ആയ ആശങ്ക ഉണ്ടാവേണ്ടുന്നത് നിങ്ങൾ ഈ പറഞ്ഞ പ്രൊപ്പോസിഷൻ ഫാക്റ്റ് ആണെങ്കിലാണ്. അതൊരു സത്യവും യാഥാർത്ഥ്യവുമാണെങ്കിൽ ഞങ്ങൾക്ക് ഈ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട്. പക്ഷേ ഈ വസ്തുതകളെ ഞങ്ങൾ യാഥാർത്ഥ്യത്തോടുകൂടിയല്ല സമീപിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് എവിടെയെങ്കിലും ഒരു തരത്തിൽ, ഏതെങ്കിലും തരത്തിൽ തിരുവനന്തപുരത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് വേളയിലോ പ്രകടിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് അവിടത്തേക്ക് മാത്രം കൺസ്ട്രെയിൻ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ മാത്രം നേതാക്കന്മാരുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തെ പാർട്ടി വളരെ ഗൗരവത്തോടു കൂടി കാണും. പാർട്ടി അതിന് മുകളിൽ ശക്തമായ നിലപാടുകൾ എടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്കൊരു വേവലാതി ഇല്ലാത്തത്. വേവലാതി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു വിഭാഗം
പാർട്ടിയുടെ തീരുമാനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതായി ഞങ്ങൾക്കൊരു ധാരണയുണ്ടാവുകയോ ഇൻഫർമേഷൻ ഉണ്ടാവുകയോ അല്ലെ അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയാതെ വരികയോ ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമല്ല DCC സെക്രട്ടറിമാർ അവിടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ വിമർശനം ഓൾറെഡി ഉന്നയിച്ച് കഴിയുകയും പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്തതാണ്. നമ്മുടെ മുൻപിലുള്ള ഒരു യാഥാർത്ഥ്യമാണത്. അല്ല അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ 127 DCC സെക്രട്ടറിമാരുണ്ട് ആ ജില്ലയിൽ. അവരൊക്കെ എന്ത് ജോലി ഒരു ജോലി ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്. അതൊന്നും ഞങ്ങൾക്കൊരു ഞങ്ങൾക്കൊരു വേവലാതി ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ ഒരു ഇലാസ്റ്റിസിറ്റി കൊണ്ടുണ്ടായ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം, സംഘടനക്കകത്ത് സംഘടനയെ കെട്ടുറപ്പോടുകൂടി നിർത്താൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ്. അതല്ലാതെ അവരൊക്കെ ഒരു റെക്കൺ ചെയ്യേണ്ടുന്ന ഫാക്ടേഴ്സാണ് എന്നൊന്നുമുള്ള ധാരണ എനിക്കില്ല. ഞാനൊക്കെ ആ കാലഘട്ടത്തിൽ തന്നെ അതിനോട് ആ പ്രോസസ്സിലൊക്കെ പങ്കാളിയായ ആളെന്നുള്ള നിലയിൽ കൂടിയാണ് ഞാനിത് പറയുന്നത്. അതല്ലാതെ അവിടെ റെക്കൺ ചെയ്യേണ്ടുന്ന കുറേ നേതാക്കന്മാരുണ്ട്. അവരെക്കുറിച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അവരെക്കുറിച്ച് വല്ല ധാരണയോ അല്ലെങ്കിൽ ധാരണ പിശകോ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ഞങ്ങൾ കൃത്യമായി പരിശോധിക്കും. ശക്തമായ നടപടികൾ അക്കാര്യത്തിൽ ഉണ്ടാകും. പക്ഷേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അത്തരമൊരു ഒരു ബോധപൂർവമായ നടപടി, ആലോചിച്ചെടുത്തൊരു തീരുമാനം ഏതെങ്കിലും തരത്തിൽ ഒരു UDFൻ്റെ സ്ഥാനാർത്ഥിക്കെതിരായ ഒരു സമീപനം സ്വീകരിക്കുന്നതിന് പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ ഭാഗമെന്ന് അവകാശപ്പെടുന്ന ആരെങ്ങളുടെയും ഭാഗത്തുണ്ടാകും എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. അങ്ങനെ ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സജീവൻ, താങ്കൾ എങ്ങനെയാണ് തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ന് ഉയർന്നു വന്നിരിക്കുന്ന ഈ സംഗതിയെ കാണുന്നത്? അവിടെ ആസൂത്രിതമായ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടക്കാനുള്ള സാധ്യതയുണ്ടോ? ഒരു ഘട്ടത്തിൽ LDFൻ്റെ ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം തിരുവനന്തപുരത്ത് നിന്ന് മുരളിയെ വടകരയിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. തിരുവനന്തപുരത്ത് കുമ്മനത്തെ വിജയിപ്പിക്കുക എന്നടക്കമുള്ള പദ്ധതികളുണ്ട് എന്നാണ്. ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവിടെ കോൺഗ്രസിനകത്തെ കുറേ ആളുകൾ ഇന്നാക്റ്റീവ് ആകുന്നു, പ്രവർത്തിക്കാതിരിക്കുന്നു. അതുവഴി ഒരുപക്ഷെ നേട്ടമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിഭാഗം കുമ്മനവും BJPയും ആണെന്നിരിക്കെ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നാണ് താങ്കളുടെ ഒരു റീഡിംഗ്? ഇത് കോൺഗ്രസിൻ്റെ ഒരു ഇലാസ്റ്റിസിറ്റി, സ്വാഭാവികമായും കാര്യങ്ങളെ കാണുന്ന സിസ്റ്റമാറ്റിക് അല്ലാത്ത മറ്റു പാർട്ടികളെ പോലെ കേഡർ സ്വഭാവമില്ലാത്ത പാർട്ടിക്ക് സ്വാഭാവികമായും സംഭവിക്കുന്ന ഒന്നാണോ, അതോ ഇത് വളരെ വളരെ എന്താ പറയുക ആസൂത്രിതമാണോ? നമ്മൾ അങ്ങനെ ഇതിന് ലാഘവത്തോടുകൂടി കണ്ടിട്ട് കാര്യമില്ല. കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോൾ കാണുന്ന പോലെ വളരെ ലാഘവത്തോടുകൂടി കാണുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ BJP ഇവിടെ മറ്റ് 19 മണ്ഡലങ്ങളിലും എന്തെല്ലാം തരത്തിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിജയിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. 2014 4 നിയമസഭാ മണ്ഡലങ്ങൾ, ഈ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിൽ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം പാർട്ടിയായിട്ട് വന്നു. ബാക്കി 3 നിയമസഭാ മണ്ഡലങ്ങളിലും രണ്ടാം പാർട്ടിയായിട്ട് നിന്നു. അങ്ങനെയുള്ള BJPക്ക് അവരിപ്പോൾ അവർ പരമാവധി, അന്ന് അവർ പ്രതീക്ഷിച്ചില്ല അത്ര, ഇപ്പോൾ അവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പരമാവധി ശ്രമം നടത്തിയിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അവർ കിട്ടാവുന്ന ഏതൊക്കെ തരത്തിലുള്ള സാധ്യതകൾ നമ്മൾ കാണേണ്ടത്, ശബരിമല ഘട്ടത്തിൽ ഈ രാമൻ നായരെ പോലെയൊക്കെ മാറിയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അതിപ്പോഴും പ്രതീക്ഷിക്കാവുന്ന ഒരു സ്ഥലം ആണ്. രഹസ്യമായെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും മാറാൻ സാധ്യതയുള്ള നേതാക്കന്മാർ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലമാണ് തിരുവനന്തപുരം. അപ്പം അതുകൊണ്ട് ഇത് ബോധപൂർവമല്ലാതെ ഒരു കോൺഗ്രസിൻ്റെ പൊതുവെയുള്ള ഉദാസീനത എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ലാഘവത്തോടുകൂടി കാണുന്ന, യാഥാർത്ഥ്യ ബോധത്തോടു കൂടി അല്ലാതെ കാണുന്നൊരവസ്ഥ ഉണ്ടാകുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണ 2014 ഈ പാലക്കാട്ട് വീരേന്ദ്രകുമാറിൻ്റെ തോൽവി, വീരേന്ദ്രകുമാർ MP രാജേഷിനോട് തോറ്റത് ചുരുങ്ങിയ വോട്ടിനൊന്നുമല്ല. വീരേന്ദ്രകുമാർ ജയിക്കാൻ സാധ്യത കുറവായിരുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ എന്നാൽ പോലും തോൽവി ഇത്രയും ഭീകരമായപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് ആരോപണം ഉന്നയിച്ചു. അതിനെക്കുറിച്ച് ബാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി, UDFൻ്റെ കമ്മിറ്റി അന്വേഷിച്ചു. ബാലകൃഷ്ണപിള്ള പാർട്ടി UDFിൽ നിന്ന് പോയിട്ട് പോലും അത് ഇതുവരെ പുറത്തു വന്നില്ല, നടപടിയെടുക്കുന്നൊക്കെ പറഞ്ഞില്ല. അപ്പോൾ അവിടെയൊക്കെ ബോധപൂർവമായ ശ്രമം ഉണ്ടായിരുന്നു. ഇത് പലപ്പോഴും LDFിൻ്റെ ഭാഗത്തുണ്ടാവും. മാരാരിക്കുളത്ത് പണ്ട് VS തോറ്റ എന്തുകൊണ്ടാണ്? അവിടെയൊക്കെ ബോധപൂർവമായ ശ്രമം, പരസ്യമായിട്ടായിരിക്കില്ല. ഇവിടെയും ഇങ്ങനെ ഒരു ആരോപണം പുറമേ നിന്നുള്ള ആളിപ്പം LDF ആണ് ഉന്നയിക്കുന്നത് വയ്ക്കുക. UDF സ്ഥാനാർത്ഥി BJPയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് UDFൻ്റെ ഭാഗത്ത് പാളയത്ത് വല്ലാത്ത മന്ദീഭാവമുണ്ടെന്ന് LDF പറഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടി രാഷ്ട്രീയ പ്രശ്നമായിട്ട് കാണാം. ഇവിടെ അതല്ല. ഈ ആരോപണം വരുന്നത് UDFൻ്റെ ഭാഗത്ത്, കോൺഗ്രസിൻ്റെ ഭാഗത്താണ്. അത് കോൺഗ്രസ് നേതാക്കന്മാർ പോലും അതിനെ തെറ്റായ രൂപത്തിൽ അത് തെറ്റാണെന്ന് പറയുന്നില്ല. അവർ പോലും ഇതിനെ വളരെ ഗൗരവത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ പോലും അത് യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിക്കുന്നുണ്ട്.
പക്ഷേ ഗൗരവത്തോട് കൂടിയിട്ട് ഇത് എടുത്തിട്ട്, കാരണം ഇത്തവണ ജയിക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ പോലും എളുപ്പമല്ല. കഴിഞ്ഞ തവണ തന്നെ എങ്ങനെ ജയിച്ചു? LDF കുറേ വോട്ട് കൊണ്ടാണ് ജയിക്കുന്നത്. ഇത്തവണയും LDF അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കാൻ പറ്റും. മറിച്ച് ഒരു പക്ഷേ കോൺഗ്രസ് വോട്ടോ അല്ലെങ്കിൽ ഈ ന്യൂനപക്ഷ വോട്ടുകളൊക്കെ LDF പക്ഷത്തേക്ക് മാറിയാൽ മാത്രമേ അവിടെ ഒരു BJP വിരുദ്ധമായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഇത് ലാഘവത്തോട് കൂടിയിട്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഞങ്ങൾ അതിനൊക്കെ ഗൗരവത്തോടു കൂടിയിട്ടാണ് കാണുന്നത് എന്ന് കോൺഗ്രസ്സുകാർ പറയുമ്പോൾ അതവർ സ്വന്തം കാലിനടിയിലെ മണ്ണ് ഒലിച്ചു കാണുന്നില്ല എന്ന വിമർശനമാണ്. ശ്രീ റോയ് മാത്യു, ഇവിടെ ഇപ്പോൾ ഇദ്ദേഹത്തെ ചതിക്കുഴിയിൽ വീഴ്ത്താൻ തന്നെ ഒരു പദ്ധതി ഉണ്ടെന്ന് വിചാരിക്കാം. നഗരമണ്ഡലങ്ങളിൽ ഇപ്പോൾ തിരുവനന്തപുരം നിയമം എടുത്താൽ നിയമത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. ഇപ്പോൾ ജോൺസൺ അബ്രഹാമിൻ്റെ നേതൃത്വത്തിലുള്ള KPCC സമിതി അന്വേഷിച്ച് അവിടെ 148 ബൂത്ത് കമ്മിറ്റികൾ പിരിച്ചുവിടണമെന്ന്, അല്ലെങ്കിൽ 4 പ്രധാന നേതാക്കൾക്കെതിരെ നടപടി വേണമെന്ന് റിപ്പോർട്ട് കൊടുത്ത് യാഥാർത്ഥ്യം നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ നിലക്കുള്ള പ്രവർത്തനം ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് ഈ നഗരമേഖലകൾ. ആ മേഖലകളിൽ ചതിക്കപ്പെട്ടാൽ പിന്നെ തരൂരിൻ്റെ സാധ്യത നല്ലോണം മങ്ങുമെന്നാണോ, അതോ നഗരത്തിന് പുറത്തുള്ള ഔട്ടർ സിറ്റി മേഖലയിൽ വഴി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന സാഹചര്യം, ഒരു സാധ്യത ഇപ്പോഴും തരൂരിൻ്റെ മുൻപിലുണ്ടോ? ഒരു കാര്യം കാണേണ്ടിയിരിക്കുന്നു. ഈ കഴിഞ്ഞ കോർപ്പറേഷൻ, അതായത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ കാലം മുതൽ തന്നെ തിരുവനന്തപുരത്തെ കോൺഗ്രസിനകത്ത് വലിയ തോതിലുള്ള ഒഴുക്ക് BJPയിലേക്കോ കോൺഗ്രസിൻ്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ വലിയ തോതിലുള്ള ഒഴുക്കുണ്ടായിരുന്നു. എല്ലാ തവണയും നടക്കുന്ന, ഇപ്പോൾ ഈ എല്ലാ സ്ഥലത്തും നടക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെ തിരുവനന്തപുരത്ത് അത് ഇച്ചിരി കൂടുതലാണെന്നുള്ളത്. കാരണം ഈ ഓരോ പാർട്ടി നേതാക്കന്മാരും അവരെ ചുറ്റിപ്പറ്റി ഉപഗ്രഹങ്ങളും അതിന് താഴെയുള്ള ഉപഗ്രഹങ്ങളും ഒക്കെയുള്ള ഒരു വിചിത്രമായ സംവിധാനമാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇത് കോൺഗ്രസിൻ്റെ വലിയ മഹത്വം കൊണ്ടൊന്നും അല്ല ഇവിടെ പലതവണ ശശി തരൂരും മറ്റ് സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത്. ജനങ്ങൾ ഇറങ്ങി വോട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. ഇവിടുത്തെ സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തായിട്ടുള്ള ഒരു 1-2 വ്യക്തികളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു ഉപഗ്രഹ സംവിധാനമാണ് ഇവിടെ നിൽക്കുന്നത്. ആ വ്യക്തികൾക്കെതിരെ തന്നെയാണ് ഇപ്പോഴും ഈ ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. അവർ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ആരോപണമാണ് പ്രവർത്തകരുടെ ഭാഗത്തു ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഈ നിയമത്തിൽ ഇത്രയും ദയനീയമായ തോൽവി, കെട്ടിവെച്ച കാശ് വരെ പോയിട്ട് പോലും കോൺഗ്രസ്സുകാർ അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള വിചിന്തനമോ അല്ലെങ്കിൽ എന്തെങ്കിലും അന്വേഷണമോ ഒന്നും നടത്തിയായിട്ട് ആർക്കും അറിഞ്ഞുകൂടാ. കാരണം ആ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. നഗരത്തിലെ 30-35 വാർഡുകൾ BJP പിടിച്ചിട്ട് പോലും ഈ കോൺഗ്രസ്സുകാർ കണ്ണ് ഇതുവരെ തുറന്നിട്ടില്ല. അവരിപ്പോഴും പഴയ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. ശശി തരൂർ ജയിക്കുമെന്ന് പറയുന്ന കോൺഗ്രസ്സുകാരിറങ്ങി വലിയ തോതിൽ വർക്ക് ചെയ്തിട്ടൊന്നുമല്ല. ശശി തരൂരിൻ്റെ വ്യക്തിപ്രഭാവവും പാർട്ടിയുടെ ചില സംവിധാനങ്ങളും കൊണ്ട് മാത്രം ജയിച്ചു പോകുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ശശി തരൂരിനെ ഇപ്പോൾ ഈ അവസ്ഥയെ കൊണ്ട് ചാടിച്ചതായിരിക്കുന്ന ആരാണ്? അതിനകത്ത് ശശി തരൂരും ഒരളവ് വരെ ഉത്തരവാദിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെതായ ഒരു ലെവലിലാണ് ഈ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയൊക്കെ ചെയ്യുന്നത്. അദ്ദേഹം ഒരു അന്താരാഷ്ട്ര പൗരൻ എന്നുള്ള നിലയിൽ ഇവിടെ വരും, ഇടയ്ക്കിടയ്ക്ക് മിന്നിമായും പോവും. അപ്പോൾ പാർട്ടിയുടെ കീഴ്ഘടകങ്ങളുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നുമില്ല. അതിൽ നിന്നൊക്കെ ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട മത്സരിക്കുന്ന സമയത്ത് തന്നെ DCCക്കകത്ത് ഇതിനെക്കുറിച്ച് വലിയ തോതിൽ ഞാൻ ചോദിക്കുന്നത് ശ്രീ റോയ് മാത്യു, ഇപ്പോൾ അവിടെ ഇപ്പം നഗരമേഖലയുടെ കാര്യം എടുത്താൽ അതിന് പുറത്തേക്കുള്ള, ഇപ്പം നേരത്തെ തന്നെ സജീവൻ ചൂണ്ടിക്കാണിച്ച പോലെ ഔട്ടർ സിറ്റിയിലുള്ള ന്യൂനപക്ഷങ്ങളടക്കമുള്ള പ്രധാനപ്പെട്ട വോട്ട് ബാങ്കിൻ്റെ സഹായം ഉണ്ടാവണം. ഇപ്പോൾ തന്നെ നോക്കൂ, ഈ ചർച്ച വലിയ ഡാമേജ് ആയിരിക്കുമല്ലോ ഉണ്ടാക്കുക. തരൂരിനെ തോൽപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കൾ തന്നെ ശ്രമിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം തോറ്റുപോയേക്കാം. പകരം BJP വരുമോ എന്ന ഒരു ഭയം BJP വിരുദ്ധ ചേരിക്കുണ്ടാവാം. അങ്ങനെയെങ്കിലും ഒരു കൺസോൾട്ടേഷൻ ലെഫ്റ്റിന് അനുകൂലമായി സൃഷ്ടിക്കപ്പെടാനുള്ള സാഹചര്യം കൂടി അവിടെ കോൺഗ്രസ് ഭയക്കണോ? അതല്ല സ്ഥിതി. ഇവിടെ ഇപ്പോഴും ശശി തരൂരിന് തന്നെ ജയിക്കാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഈ കുമ്മനം രാജശേഖരനെ ഉള്ള റിസോഴ്സസ്, ഞാനതാ വീണ്ടും ആവർത്തിക്കുന്നത്, കുമ്മനം രാജശേഖരനെ പോലെ BJPയുടെ ആവനാഴിയിലെ ഏറ്റവും വലിയ ആയുധം എടുത്ത് പ്രയോഗിക്കുന്ന സ്ഥലത്ത് കോൺഗ്രസ്സുകാർ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. അവരുടെ ഇടയിലുള്ള മന്ദീഭാവം, അവരുടെ ഇടയിലുള്ള ഉദാസീനത, അവരുടെ ഇടയിലുള്ള ചില കുത്തിത്തിരിപ്പുകൾ, ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ ബേസിക് പ്രശ്നം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കൂ സുരേഷ് ബാബു, അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യം, നേമത്തെ പരാജയം ഭീകരമായ പരാജയമായിരുന്നു. അതിന്മേൽ അന്വേഷണവും നടത്തി. ആ അന്വേഷണത്തിൽ ഇപ്പോൾ നോക്കൂ, നമ്മൾ മനസ്സിലാക്കുന്ന പറയാൻ 2 ബ്ലോക്ക് കമ്മിറ്റികളും 148 ബൂത്ത് കമ്മിറ്റികളും പിരിച്ചുവിടണമെന്നായിരുന്നു ജോൺസൺ അബ്രഹാമിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുടെ ശുപാർശ. 4 പ്രധാന നേതാക്കൾ വോട്ട് കച്ചവടം എന്ന നിലക്ക് തന്നെ പെരുമാറി എന്ന വിമർശനമുണ്ടായി. ഒരു മുൻ DCC സെക്രട്ടറിക്കെതിരെ കർശനമായ നടപടി വേണം എന്ന നിലപാട് വരെ വന്നു. ഒരു എന്താണ് അവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ ആ റിപ്പോർട്ടിന്മേലെങ്കിലും കർശനമായ നടപടി നിങ്ങൾ എടുത്തത്? ഒന്നും എടുത്തതായി ഒരു വിവരവുമില്ല. നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ നഗരസഭയിൽ BJP ഉണ്ടാക്കിയ മുന്നേറ്റം പോലും തിരിച്ചറിഞ്ഞ് രാഷ്ട്രീയമായ ഒരു സംശുദ്ധീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുക പോലും ചെയ്തില്ല. പിന്നെ എങ്ങനെയാണ് വെറുതെ വിജയിക്കാൻ കഴിയുമോ? അത്തരമൊരു റിപ്പോർട്ടുള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. എൻ്റെ ശ്രദ്ധയിൽ അത് വന്നിട്ടുമില്ല.
അങ്ങക്ക് എങ്ങനെയാണത് കിട്ടിയതെന്ന് എനിക്കറിയില്ല. ഞാനത് കണ്ടിട്ടില്ല. കാണാൻ എനിക്ക് അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കാണേണ്ടുന്ന സ്ഥാനങ്ങളിലൊക്കെ ഞാനുണ്ട്. ജോൺസൺ അബ്രഹാമിന്റെ നേതൃത്വത്തിലുണ്ടായിട്ടുള്ള കമ്മിറ്റി നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ പാർട്ടിക്കും പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കും എന്തെങ്കിലും പിഴവുള്ളതായി കണ്ടെത്തിയിട്ടില്ല. അല്ല, അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടേ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ഞാനൊരു മാധ്യമ പ്രവർത്തകർ നിലയ്ക്ക് എൻ്റെ കിട്ടിയ വിവരമാണ്. ഞാനതിനെ ഡിസോൺ ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ശരി, ഞാൻ ചോദിക്കുന്നത് ആ റിപ്പോർട്ട് താങ്കൾക്ക് തൽക്കാലം മാറ്റിവെക്കൂ. നിയമവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള വലിയ പരാജയം നോക്കിയാൽ അവിടെ സുരേന്ദ്രൻപിള്ളയ്ക്ക് 13,865 വോട്ടാണ് ആകെ കിട്ടിയത്. അതേ മണ്ഡലത്തിൽ തരൂരിന് പിന്നീട് 32,639 കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അത്ര വലിയ ലോസ് അവിടെ ഉണ്ടായിട്ടുണ്ടെന്നത് വ്യക്തമാണല്ലോ. അത് പരിഹരിക്കാൻ, അതിന്റെ വീഴ്ച കണ്ടെത്താൻ, കാരണം കണ്ടെത്താൻ നിങ്ങൾ എന്തു ചെയ്തു എന്ന പ്രശ്നമുണ്ടല്ലോ. പ്രാഥമികമായൊരു നിഗമനം അത് വളരെ പെട്ടെന്ന് വന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ UDFന്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് വന്ന, മുന്നണിക്കകത്ത് തന്നെ പെട്ടെന്ന് വന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അവരെ കണ്ടെയ്ൻ ചെയ്യാൻ നിയമം പോലെയുള്ള ഒരു എലൈറ്റ് ക്ലാസ്സുള്ള ഒരു നിയോജക മണ്ഡലത്തിന് പെട്ടെന്ന് കഴിയാതെ പോയി എന്നുള്ളതാണ് എനിക്കൊക്കെ ഉള്ള ഒരു അകലങ്ങളിൽ നിന്നുള്ള ഒബ്സർവേഷൻ. അല്ല, അങ്ങനെ വന്നാൽ അത് BJPയിലായും പോവുക എന്ന പ്രശ്നം നിങ്ങൾ മാത്രം നേരിടുന്ന ഒരു പ്രശ്നമാണ്. അത് ആ നിയോജക മണ്ഡലത്തിൻ്റെ ഒരു സ്ട്രക്ചറലായിട്ടുള്ളൊരു കാര്യമാണ്. അതിനകത്ത് കോൺഗ്രസിൻ്റെ അകത്തുനിന്ന് ആളുകൾക്ക് മാറാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ പ്രതലങ്ങൾ ഏത് എന്നതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവിടെ നിയമത്തിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെതും അതേപോലെയുള്ള അങ്ങനത്തെയുള്ള കുറേ പ്രദേശങ്ങളുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെയുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് ഒരുപക്ഷെ അവർ ആ കാലഘട്ടങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ BJP അങ്ങ് ഇന്ത്യ ഷൈനിങ് പോലെ കളിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നല്ലോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഒരു താവളം എന്ന നിലയിലേക്കാണ്. അങ്ങനെയൊക്കെയാണല്ലോ അൽഫോൻസ് കണ്ണന്താനം വരെ അങ്ങോട്ടൊക്കെ പോയില്ലേ. ഞങ്ങളൊന്നും മാത്രമല്ലല്ലോ, കോൺഗ്രസ് മാത്രമൊന്നുമല്ലല്ലോ. വിശ്വനാഥ മേനോൻ പോയിട്ടില്ലേ. OK വാസു BJPയിൽ നിന്ന് തിരിച്ച് ഇങ്ങേപ്പുറത്ത് CPM പോയിട്ടില്ലേ. ഇങ്ങനെയൊക്കെ പല മാറ്റങ്ങളും ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശരി, ശ്രീ രാധാകൃഷ്ണ മേനോൻ, അവിടെ വിജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മുൻപ് നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് പരമാവധി സമാഹരിക്കുക എന്ന ആവശ്യം നിങ്ങളുടെ മുൻപിലുണ്ട്. അതിൽ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ മുൻകാലത്ത് കോൺഗ്രസിന് വോട്ട് ചെയ്ത ആളുകൾ എല്ലാവരും തന്നെ വരുമെന്നതാണോ? ലെഫ്റ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അതിപ്രതീക്ഷ വെച്ചു പുലർത്തുന്നതിൽ വലിയ കഥയുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളുടെ വിജയപ്രതീക്ഷ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിൽ നിന്നുള്ള ചോർത്തൽ തന്നെയാണോ? അത് സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നെങ്കിൽ ആ പ്രതീക്ഷയുടെ അടിസ്ഥാനം എന്താണ്? അല്ല, ഞങ്ങളുടെ വിജയപ്രതീക്ഷ കോൺഗ്രസിൻ്റെ വോട്ടുകളെ മാത്രം ആശ്രയിച്ചിട്ടല്ല. ഞങ്ങളുടെ സംഘടനാപരമായ തിരുവനന്തപുരം അടക്കം കേരളത്തിലുടനീളം ഞങ്ങൾക്കുണ്ടായിട്ടുള്ള മുന്നേറ്റമുണ്ട്. നരേന്ദ്രമോദിയുടെ ഭരണം ദേശീയ തലത്തിൽ നടത്തിയിട്ടുള്ള പുരോഗമനപരമായ നിലപാടുകൾ, സാധാരണ ജനങ്ങൾക്ക് അതുവഴി ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ, ഇവയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾക്കും ആ ഭരണത്തിൻ്റെ ഗുണഫലങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു സമൂഹമാണ്. അത് നാഷണൽ ഹൈവേ ആയാലും മറ്റ് മേഖലകളിൽ ഇപ്പോൾ സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഗ്യാസോ അല്ലെങ്കിൽ ഗ്യാസ് അടുപ്പോ ഇങ്ങനെ പല മേഖലകളിലായിട്ട് അവർക്കതിൻ്റെ ഗുണം കിട്ടിയിട്ടുണ്ട്. അത് കേരളത്തിലെല്ലായിടത്തും ഭാരതത്തിലെല്ലായിടത്തും അവരുടെ മനസ്സിലത് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വെളിച്ചത്തിൽ കിട്ടുന്ന ഒരു പിൻബലം, അത് തിരുവനന്തപുരം പോലെയുള്ള സ്ഥലത്ത് ഞങ്ങളുടെ സമൂഹത്തിന്, ഞങ്ങളുടെ പ്രവർത്തകർക്ക് മാത്രമല്ല സമൂഹത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ വിജയിക്കുന്ന അതിന് തൊട്ടടുത്ത്, കാരണം O രാജഗോപാൽ അവിടെ ഏതാണ്ട് 14,000 വോട്ടിനാണ് പരാജയപ്പെട്ടത് തരൂരിനോട്. 14,000-ഓ 15,000-ഓ വോട്ടിന് പരാജയപ്പെടുന്നത് ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നമുക്കറിയാം. അത് വലിയ ഒരു മുന്നേറ്റത്തിൻ്റെ അന്തരീക്ഷം അവിടെ രൂപപ്പെട്ടതുകൊണ്ടാണ്. അപ്പോൾ അവിടെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് എവിടെ പോകും എന്ന് ചോദിച്ചാൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷം അവിടെ ഒരു അപ്രസക്തമായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇടതുപക്ഷത്തിന് പിന്നിൽ നിന്നിരുന്ന ഒരു പൊതുസമൂഹമുണ്ട് ആ തിരുവനന്തപുരത്ത് അടക്കം പല പ്രദേശങ്ങളിലും. ആ പൊതുസമൂഹം ഇന്ന് ഇടതുപക്ഷം ഈ വിശ്വാസത്തിൻ്റെ കാര്യത്തിലടക്കം എടുത്തിട്ടുള്ള നിഷേധാത്മക സമീപനത്തിൽ വളരെയേറെ വേദനിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ മനസ്സിൻ്റെ വേദന തീർച്ചയായിട്ടും അവർക്ക് പ്രതിഫലിപ്പിക്കാനുള്ള ഒരവസരമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറുകയാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് അണിചേർന്നിട്ടുള്ള കഴിഞ്ഞ കാലങ്ങളിൽ അവരോടൊപ്പം നിന്നിട്ടുള്ള ഒരു പൊതുസമൂഹം, കാരണം കേരളത്തിൽ കൂടുതൽ ആളുകൾ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസുമായിട്ടാണ് അല്ലെ രണ്ട് മുന്നണിയായിട്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നിട്ടുള്ളത്. ഞങ്ങളോടൊപ്പം നിന്നിട്ടുള്ളത്, BJPയോടൊപ്പം നിന്നിട്ടുള്ളത്
10 മുതൽ 12 വരെ ശതമാനം ആളുകളാണ്. 8, 10, 12 ആ നിലയിലാണ് ഓരോ തെരഞ്ഞെടുപ്പുകളിൽ പരമാവധി നിന്നിട്ടുള്ളത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിച്ചിട്ടുള്ള പൊതുസമൂഹം പല ഭാഗങ്ങളിലും ദേശീയ തലത്തിൽ വന്നിട്ടുള്ള ഭരണമാറ്റം അതിവിടെയും ആവർത്തിക്കപ്പെടുന്നതാണ്. നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ അനുരണനം ഇവിടെയും ഉണ്ടാകുമെന്ന ആത്മവിശ്വാസമാണ് താങ്കൾക്കുള്ളത്. നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി വരികയാണ്. സജീവൻ, ഇവിടെ കോൺഗ്രസ് BJP-യുമായുള്ള പോരാട്ടത്തിൽ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സേനയാണ് എന്ന പ്രചാരണം പിണറായി വിജയൻ മുതൽ താഴേക്കിങ്ങോട്ട് LDF ക്യാമ്പ് മുഴുവൻ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനിടെയാണ് കോൺഗ്രസ് നേതാക്കൾ വളരെ നിർണായകമായ പോരാട്ടം നടക്കുന്ന BJP-ക്ക് ജയസാധ്യത ചിലരെങ്കിലും പ്രവചിക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒറ്റുകാരെ പോലെ പ്രവർത്തിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത്. അത് തിരുവനന്തപുരത്ത് മാത്രം ഉണ്ടാക്കുന്ന ഡാമേജായി പരിമിതപ്പെട്ട് നിൽക്കുമോ, അതോ അതിന് പുറത്തേക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ സംശയത്തിന് നിഴലിലാക്കാൻ CPI-നും ഇടതുപക്ഷത്തിനും വലിയ പ്രചാരണായുധമാക്കാൻ കഴിയും വിധം അതിന് പ്രഹരശേഷി കൂടുമോ? തീർച്ചയായിട്ടും പ്രഹരശേഷി കൂടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം നേരത്തെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നേരത്തെയും ഇടതുപക്ഷം നമ്മൾ ചങ്ങനാശ്ശേരി തെരഞ്ഞെടുപ്പിലൊക്കെ ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ട കാര്യമാണല്ലോ. അവിടെയൊക്കെ ന്യൂനപക്ഷ വോട്ടുകളുടെ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷം പരമാവധി ശ്രമിച്ചിരുന്നു. അതുകൊണ്ടാണ് UDF മണ്ഡലമായുള്ള ചെങ്ങന്നൂർ പോലും മാറുന്നൊരവസ്ഥയുണ്ടായത്. UDF-ൻ്റെ അതിനു മുമ്പത്തെ വിഷ്ണുനാഥനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിരുന്നത് അത് കോൺഗ്രസ്സുകാരുടെ ഒരു പ്രശ്നമായിരുന്നു. പക്ഷേ പിന്നീട് കഴിഞ്ഞ തവണ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ LDF-ൻ്റെ പക്ഷത്ത് തന്നെ ആ മണ്ഡലം നിൽക്കാൻ കാരണം ഈ ഒരു ഞങ്ങളാണ് BJP-യെ ചെറുക്കാൻ പോകുന്ന പാർട്ടി അല്ലെങ്കിൽ മുന്നണി എന്ന് ജനങ്ങൾക്കിടയിൽ ബോധ്യപ്പെടുത്താൻ, ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ബോധ്യപ്പെടുത്താൻ LDF-ന് കഴിഞ്ഞിരുന്നു. ഇത്തവണയും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവർ പരമാവധി ശ്രമിക്കുന്ന അതാണ്. രാഹുൽ ഗാന്ധിയുടെ ഈ വയനാട്ടിലെ വരവോട് കൂടിയിട്ട് അത് കുറേ കൂടി ശക്തമാക്കേണ്ടി വന്നു. കാരണം പലപ്പോഴും രാഹുൽ ഗാന്ധിയുടെ ആ ഒരു പ്രഭാവത്തിൽ പല മണ്ഡലങ്ങളും കൈവിട്ടു പോകുമെന്നൊരവസ്ഥയിൽ ആ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആണ് ഈ ഒരു ആയുധം കിട്ടിയിട്ടുള്ളത്. അതങ്ങനെ ശക്തമാക്കിയാൽ പോലും വിജയിക്കുമോ എന്ന് അവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നിടത്താണ് അവർക്ക് വളരെ എളുപ്പത്തിൽ ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താവുന്നൊരവസരം കിട്ടിയിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അവർ ഉപയോഗിക്കും. അവിടെയാണ് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. തങ്ങൾക്ക് കിട്ടുമായിരുന്ന ഈ ന്യൂനപക്ഷ വോട്ടുകളും മറ്റും നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് അത് ഇത്തരം ചില കാര്യങ്ങളിലൂടെ നഷ്ടപ്പെടുത്താനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവർ ബോധ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ തന്നെ അവർ തോൽക്കേണ്ടതായിരുന്നല്ലോ. കോൺഗ്രസ്സുകാർ വിചാരിച്ചാൽ പോലും ജയിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് BJP-യിലേക്ക് കോൺഗ്രസ് ഉണ്ട്. നേരത്തെ രാധാകൃഷ്ണ മേനോൻ പറഞ്ഞ് വളരെ ശരിയായിട്ടാണ്. കോൺഗ്രസിൽ നിന്നുള്ള നല്ലൊരു ഒഴുക്കുണ്ടായിരുന്നു, അത് സംശയമില്ല. അത് പോയതിൽ നല്ലൊരു ശതമാനം വോട്ടുകളും കോൺഗ്രസിൻ്റെ പക്ഷത്താണ്. അതിനെ അവസാനം അത് നികത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്തുള്ള വോട്ടുകളൊക്കെ പൂർണ്ണമായിട്ടും ഇത്തവണ അങ്ങനെ ഒരു ഇക്വേഷന്റെ സാധ്യത എത്രത്തോളം ഉണ്ട്? അതിൻ്റെ ഒരു പ്രയോഗ സാധ്യത അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാനുള്ള സാധ്യത, അതിൻ്റെ പ്രയോഗ സാധ്യത എത്രത്തോളം ഉണ്ട് സജീവൻ? ഇത്തവണയും അത് സംഭവിക്കുവാനുള്ള സാധ്യത കൂടുതലായിരുന്നു. പക്ഷേ അതിപ്പോൾ മാറി. ഈ ഒരു നിലപാടോട് കൂടിയിട്ട് ശശി തരൂരിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർ തന്നെ ശ്രമിക്കുന്നു. ചില കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ബോധപൂർവമായ ഉദാസീന സമീപനം ഉണ്ടാകുന്നു എന്ന് കോൺഗ്രസ് പാളയത്തിൽ നിന്ന് തന്നെ ആരോപണം ഉണ്ടാകുമ്പോൾ, സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് ഈ ആരോപണം ഉണ്ടാകുമ്പോൾ അതിനെ നിഷേധിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാത്ത രൂപത്തിൽ അതല്ലെങ്കിൽ തടയാനുള്ളൊരു കാര്യമായ ശ്രമമുണ്ട് എന്ന് വോട്ടർമാർക്ക് തോന്നാത്തൊരവസ്ഥയിൽ സ്വാഭാവികമായിട്ടും തിരിച്ചൊരൊഴുക്ക് സാധ്യത ഉണ്ടാവാനാണ് സാധ്യത. അങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്. ഞാൻ വരാം. PM സുരേഷ് ബാബു, ഇവിടെ ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തെക്കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്. പക്ഷേ ആ കാര്യത്തിൽ അതിർത്തി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന മണ്ഡലങ്ങളിൽ മറ്റ് രണ്ടെണ്ണമാണ് കോഴിക്കോടും വടകരയും. അവിടെ നിങ്ങളുടെ ഭീഷണി ഈ തരത്തിലുള്ളതല്ല എങ്കിൽ കൂടി പ്രവർത്തകരുടെ പങ്കാളിത്തം എന്നതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ വടകരയിൽ പോയാൽ അവിടെ CPI-ൻ്റെ പ്രചാരണത്തിൻ്റെ വിസിബിലിറ്റി വളരെ കൂടുതലാണ് നിങ്ങളെക്കാൾ. പലയിടത്തും നിങ്ങളുടെ പോസ്റ്ററുകളും ബാനറും ഇല്ലാത്ത ഏരിയ കാണാം. അവിടെ എല്ലാം CPI-ൻ്റെ സ്ഥാനാർത്ഥിക്ക് ഒരു മേൽക്കൈയുണ്ട്. കോഴിക്കോട്ടെ സാഹചര്യവും പ്രവർത്തക പങ്കാളിത്തത്തിൻ്റെ കാര്യത്തിൽ ദുർബലമാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അത് ടോട്ടലായിട്ട് ഞാൻ നിഷേധിക്കുന്നുണ്ട്. കാരണം രണ്ടിടങ്ങളിലും വളരെ സജീവമായ പ്രവർത്തനത്തിലുള്ള ഒരാളാണ് ഞാൻ. വടകരയിലാണെങ്കിൽ മുസ്ലിം ലീഗിനാണ് അവിടുത്തെ മേൽക്കൈ. പണി എടുക്കുന്നത് അവരാണ് കൂടുതൽ. ഞങ്ങൾ UDF ആണ് പ്രവർത്തിക്കുന്നത്. UDF
മുസ്ലിം ലീഗ് ഞങ്ങളെ ഒരു വലിയ വളരെ സജീവമായ പങ്കാളിത്തമുള്ള UDF ഘടകകക്ഷിയാണ്. കോഴിക്കോട് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും സജീവമാണ്. ഞങ്ങൾക്ക് അതിലൊന്നും ഒരു പരാതിയും തമ്മിലില്ല. കോൺഗ്രസ് ഉണ്ട് എന്ന് താങ്കൾ പറയുകയല്ല, മറിച്ച് ലീഗ് ഞങ്ങളുടെ പക്ഷമാണല്ലോ, അപ്പോൾ ഞങ്ങളെ ഒരുമിച്ച് കണ്ടാൽ മതി എന്ന നിലയ്ക്ക് അതിനെ വിശദീകരിക്കുന്നുള്ളൂ. അല്ല, അങ്ങനെയല്ലത്. ഞങ്ങൾ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇന്നുച്ചയ്ക്ക് പോലും ഞാനടക്കമുള്ള ശ്രീ മായനാജി, ശ്രീ പിന്നെ ഉമർ പാട്ടികശാല, ശ്രീമാൻ നിയാസ് എല്ലാം കൂടിയുള്ള UDFൻ്റെ തെരഞ്ഞെടുപ്പ് പ്രത്യേകമായ ശ്രീ റസാഖ് മാഷ് എല്ലാം കൂടി ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ഒരുമിച്ചിരുന്ന് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിച്ചതിന് ശേഷമാണ് ഞാൻ വീണ്ടും ഇവിടത്തേക്ക് പിന്നെ വയനാട്ടിലേക്കും പോയത്. എന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്നതാണ്. ഇവിടെ കോൺഗ്രസിൻ്റെയോ UDFൻ്റെയോ പ്രവർത്തനത്തിൽ യാതൊരു വിസിബിലിറ്റി ഇല്ലായ്മയില്ല. ഞങ്ങളുടെ റിസോഴ്സസ് ചിലപ്പോൾ കുറവായിരിക്കും. പോസ്റ്ററുകൾ LDFനേക്കാൾ കുറവായിരിക്കാം, BJPയേക്കാൾ കുറവായിരിക്കാം. രണ്ട് കൂട്ടരും ഇപ്പോൾ എടുത്ത് മറിക്കുന്ന പണം എത്ര, ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ പിന്നെ ശ്രീ പ്രദീപ് കുമാറിൻ്റെ റിസോഴ്സസിനെ കുറിച്ച് അന്വേഷണം നടത്തണമെന്ന്. ആ പരാതി തർക്കമുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഇവിടെ കോഴിക്കോട്ടെ കാര്യം എടുത്താൽ കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയും വയനാട്ടിലേക്ക് പോകുന്നു. കോഴിക്കോട് മിച്ചമുണ്ടായിരുന്ന കുറേ ആളുകൾ മുരളീധരൻ വരുമ്പോൾ മുരളീധരൻ്റെ കൂടെ പ്രവർത്തിക്കാൻ പോകുന്നു. കോഴിക്കോട്ട് MK രാഘവന് വേണ്ടി പ്രവർത്തിക്കാൻ ആളില്ലാതെ വരുന്നു എന്ന പ്രശ്നം സത്യത്തിൽ നിങ്ങൾ നേരിടുന്നുണ്ടല്ലോ, അതിവിടെ പ്രകടമാണ്. അങ്ങനെയൊന്നും ഇല്ലല്ലോ. അങ്ങനെ എവിടെയുള്ളത്? എന്താ ഉള്ളത്? വളരെ ഞാൻ ഒരു കാര്യം പറയാം, ഒരു വളരെ വസ്തുതാപരമായ ഒരു വസ്തുത പറയാം. തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിലെ സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുള്ളതാണ്. ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇവിടുത്തെ DCC പ്രസിഡന്റ് നോക്കേണ്ടതല്ലേ സത്യത്തിൽ കോഴിക്കോടും വടകരയും? പക്ഷേ സിദ്ദിഖ് വയനാട്ടിലാണ്, താങ്കൾക്ക് വയനാട്ടിലാണ് ചുമതല. KC അബു നേരത്തെ ഉണ്ടായിരുന്ന DCC പ്രസിഡന്റ് വയനാട്ടിലാണ്. പിന്നെ സത്യത്തിൽ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആരുണ്ട് ഇവിടെ? അല്ലല്ല, DCC പ്രസിഡന്റ് ഇപ്പോൾ ഇവിടെ തന്നെയുണ്ട്. DCC പ്രസിഡന്റ് അന്ന് വയനാട്ടിൽ പോയത് സ്വാഭാവികമായി ഞാൻ പറയാം, നമ്മളിപ്പോൾ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായിട്ട് അദ്ദേഹം സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി ആഗ്രഹിച്ചതാണ്. അതുകൊണ്ട് അദ്ദേഹം വയനാട്ടിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതെല്ലാം വന്നതിന് ശേഷം ഇപ്പോൾ DC പ്രസിഡന്റ് കോഴിക്കോട്ടും വടകരയുമായിട്ട് വളരെ സജീവമാണ്. ഞങ്ങളെ രണ്ടുപേരെ KPCC പ്രത്യേകമായി നിർദ്ദേശിച്ച് 4-ാം തീയതി മുതൽ വയനാട്ടിൻ്റെ ഭാഗമായ പിന്നെ ഏറനാടും അതേപോലെ തന്നെ വണ്ടൂരും പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയി നേരിടുന്നില്ല എന്നാണ്. സജീവൻ, താങ്കൾ കോഴിക്കോടാണല്ലോ, എങ്ങനെയാണ് UDFന്റെ ഇവിടുത്തെ ഈ പ്രകടനത്തിലെ ഈ രണ്ട് മുന്നണി തമ്മിലുള്ള വ്യത്യാസം ഫീൽ ചെയ്യുന്നത്? MK രാഘവനും മുരളീധരനും അക്കാര്യത്തിൽ പരാതി ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും സുരേഷ് ബാബു നിഷേധിക്കും. അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അതിനൊരു കാരണവും ഇവിടെ കാണാനുണ്ടോ? പരസ്യമായിട്ട് രാഘവനോ അല്ലെങ്കിൽ മുരളീധരനോ പരാതിപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും നമുക്ക് കാണുന്നില്ല, തുടക്കത്തിൽ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ രാഘവൻ വളരെ ശക്തമായ രൂപത്തിൽ അദ്ദേഹത്തിനൊരു യാത്രയൊക്കെ ഉണ്ടായിരുന്നല്ലോ, ജനഹൃദയ യാത്ര എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിൽ വളരെ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ടേക്ക് പോയതാണ്. പക്ഷെ അദ്ദേഹത്തിന് പിന്നീട് ഒരു ഭീതി ഉണ്ടാക്കാവുന്ന രൂപത്തിലാണ് പ്രദീപ് കുമാറിൻ്റെ വരവ്. അത് അദ്ദേഹം ഉൾപ്പെടെയുള്ള എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. പ്രദീപ് കുമാറിനെ തീർച്ചയായിട്ടും ഭയക്കേണ്ട ഒരു എതിരാളിയാണെന്നുള്ള കാര്യത്തിൽ ഉണ്ടായി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് നേരത്തെ പ്രദീപ് കുമാർ LDFൻ്റെ പക്ഷത്തുള്ള പ്രവർത്തനം, അവർ ഈ പൊതുയോഗങ്ങളിൽ സംസാരിക്കുന്നതിൽ പോസ്റ്റർ വയ്ക്കുന്നതൊന്നുമല്ല പ്രശ്നം. അവരുടെ സ്ക്വാഡ് പ്രവർത്തനം വളരെ ശക്തമായ രൂപത്തിൽ, പ്രത്യേകിച്ച് ഓരോ സ്ഥലത്തെയും ജനപ്രതിനിധികൾക്കാണ് അവർ ഇത് കൊടുത്തത്. രാവിലെ 6 മണി മുതൽ 9:30 വരെ അവർ ഈ ഓരോ സ്ഥലത്ത് വീടുകൾ കയറി ഇറങ്ങണം എന്ന രീതി. അത് കഴിഞ്ഞ ദിവസം ഒരു മന്ത്രി പോലും AK ശശീന്ദ്രൻ പോലും എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞു. രാവിലെ മുതൽ ഇറങ്ങണം, 9:00-ക്ക് തീർക്കണം എന്നാണ്. പക്ഷെ അപ്പോഴും തീരാറില്ല. അത്രയും അവർ ദിവസവും ഇറങ്ങുകയാണ്. ഈ രൂപത്തിലുള്ള ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം LDFൽ അല്ലാതെ UDFൽ കാണുന്നില്ല. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ആവേശം പോലും കാണുന്നില്ല എന്നുള്ള കാര്യത്തിൽ LDF വളരെ സജീവമാണ്. അതിനോട് കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മിഷനറി ഉണ്ടാക്കിയെടുക്കുന്നതിൽ UDF പരാജയപ്പെട്ടു എന്നാണ്. അതിന് UDFനും കോൺഗ്രസിനും നൽകാനുള്ള മറുപടി കാലാകാലങ്ങളായി കോൺഗ്രസിന്റെ സിസ്റ്റം LDFനോട് അങ്ങനെ കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ളത് ഒന്നല്ല എന്നാണ്. പക്ഷേ തിരുവനന്തപുരത്തിന്റെ കാര്യത്തിലെങ്കിലും സവിശേഷമായ ശ്രദ്ധ അവർ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ അവർക്ക് ആ കാര്യത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നന്ദി ശ്രീ സജീവൻ, ജോയ് മാത്യു, ശ്രീ രാധാകൃഷ്ണ മേനോൻ, CPM സുരേഷ് ബാബു ഈ ചർച്ചയുടെ ഭാഗമായതിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന് ഒരു ഇടവേള സ്പെഷ്യൽ എഡിഷൻ.